സർക്കാരിന്റെ നേതൃത്വത്തിൽ സിപിഎമ്മും ഇടതുമുന്നണിയും വനിതാ മതിൽ പടുത്തുയർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഹാലിളകി നടക്കുന്ന പ്രതിപക്ഷവും ബിജെപിയും NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളും അതിന് പിന്നിലെ കളികൾ മനസ്സിലാക്കുന്നില്ല. ശബരിമല യുവതീ പ്രവേശനത്തിന്റെയും വനിതാ മതിലിന്റെയും മറവിൽ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുകയും അത് ലക്ഷ്യത്തിലെത്തിക്കുകയുമാണ്. സമുദായ സംഘടനകളുമായും തന്ത്രി കുടുംബവുമായും ചർച്ച ചെയ്യാതെ സുപ്രീം കോടതി വിധി നടപ്പാക്കാനിറങ്ങിയ സർക്കാർ അത് ചെയ്യാത്തത് മനഃപൂർവ്വമാണ്. സർക്കാരിന് യുവതീ പ്രവേശനം ലക്ഷ്യമേ ആയിരുന്നില്ല. അധികാരവും സർവ്വസന്നാഹവുമുള്ള സർക്കാരിന് യുവതികളെ ദർശനം നടത്താൻ നിഷ്പ്രയാസം കഴിയുമായിരുന്നു. യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന ബിജെപിയും RSSും അക്രമം അഴിച്ചുവിടുമെന്ന് CPMനും മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമായി അറിയാമായിരുന്നു. അവരുടെ അക്രമം സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന കേരള ജനത അംഗീകരിക്കില്ലെന്നും അങ്ങനെ ബിജെപിയുടെ രാഷ്ട്രീയം ചവറ്റുകുട്ടയിലാകുമെന്നും CPMന് വ്യക്തമായി അറിയാമായിരുന്നു. ഏതാണ്ട് ആ നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ശബരിമല വിഷയത്തിൽ അക്രമം നടത്തി ജനങ്ങളെയും ഭക്തരെയും ബുദ്ധിമുട്ടിപ്പിച്ച ബിജെപി അവസാനം അനാവശ്യ ഹർത്താലുകളുടെ പെരുമഴ തീർത്തു. അതോടെ സമൂഹത്തിന്റെ നാനാതുറകളിലും ഉള്ളവർ എതിർപ്പുമായി രംഗത്തെത്തി. ഇനിയൊരു ഹർത്താലുകളോടും സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായികളും തിയേറ്റർ ഉടമകളും ഫിലിം ചേംബറും നിർമ്മാതാക്കളും ഇതേ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ബിജെപി ശബരിമലയുടെ പേരിൽ കലാപം അഴിച്ചുവിടാൻ ശ്രമിച്ചപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ CPMനൊപ്പം ചേരുമെന്ന് ഉറപ്പായി. ഈ അപകടം മുൻകൂട്ടി കണ്ടാണ് കോൺഗ്രസ് ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാരിനെതിരെ തിരിഞ്ഞത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ടും ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരിലെ മതേതരവാദികളുടെ വോട്ടുമാണ് CPM ഉന്നം വയ്ക്കുന്നതെന്ന് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും മനസ്സിലായി. എന്നാൽ ബിജെപിയുടെ പൊള്ളത്തരം ജനം തിരിച്ചറിഞ്ഞതോടെ CPMും സർക്കാരും പുതിയ തന്ത്രം മെനഞ്ഞു. അതാണ് വനിതാ മതിൽ. കർസേവയ്ക്ക് പോയ സുഗതനെ വരെ നവോത്ഥാന മതിലിന് ചുക്കാൻ പിടിക്കാൻ സർക്കാർ ക്ഷണിച്ചത് അതിനാണ്. യുവതീ പ്രവേശനത്തിന് അനുകൂലമല്ലെങ്കിലും അതിനെതിരെ സമരവും അക്രമവും നടക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് വ്യക്തമാക്കിയ SNDPയും അവർക്കൊപ്പം സർക്കാരിനെ പിന്തുണച്ച KPMSുമാണ് ഇനി കേരള രാഷ്ട്രീയത്തിൽ നിർണായക ശക്തികളാകാൻ പോകുന്നത്. അക്കാര്യം NSSനും ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ലെന്ന് മാത്രം. കേരളത്തിലെ വോട്ട് ബാങ്കിൽ ഏതാണ്ട് 50% SNDPയും KPMSുമാണ്. അതിൽ 35% വോട്ടും ന്യൂനപക്ഷങ്ങളുടെ വോട്ടും പിന്നെ CPMനൊപ്പം പരമ്പരാഗതമായി നിൽക്കുന്ന നായർ വോട്ടും കൂടിയാകുമ്പോൾ പിണറായിക്ക് രണ്ടാം ഊഴത്തിന് നിഷ്പ്രയാസം കളമൊരുങ്ങും. അത് വ്യക്തമായതോടെയാണ് ഇതുവരെ NSSനെതിരെ മൗനം പാലിച്ച കോടിയേരി കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചത്. NSSന്റെ വോട്ട് ശതമാനം 12-ൽ താഴെയാണ്. സർക്കാരിന്റെ നേതൃത്വത്തിൽ CPMും ഇടതുമുന്നണിയും വനിതാ മതിൽ പടുത്തുയർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഹാലിളകി നടക്കുന്ന പ്രതിപക്ഷവും ബിജെപിയും NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളും അതിന് പിന്നിലെ കളികൾ മനസ്സിലാക്കുന്നില്ല. ശബരിമല യുവതീ പ്രവേശനത്തിന്റെയും വനിതാ മതിലിന്റെയും മറവിൽ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുകയും അത് ലക്ഷ്യത്തിലെത്തിക്കുകയുമാണ്. സമുദായ സംഘടനകളുമായും തന്ത്രി കുടുംബവുമായും ചർച്ച ചെയ്യാതെ സുപ്രീം കോടതി വിധി നടപ്പാക്കാനിറങ്ങിയ സർക്കാർ അത് ചെയ്യാഞ്ഞത് മനഃപൂർവ്വമാണ്. സർക്കാരിന് യുവതീ പ്രവേശനം ലക്ഷ്യമേ ആയിരുന്നില്ല. NSSന്റെ വോട്ട് ശതമാനം 12-ൽ താഴെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.